അഞ്ചര പതിറ്റാണ്ട് കാലം തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഗജവീരൻ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി പൂർണ്ണകായ ശില്പം അനാച്ഛാദനം ചെയ്തു. തൃശൂർ ശങ്കരൻകുളങ്ങര ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിനോടനുബന്ധിച്ച് ആനയൂട്ടും നടന്നു. ആനകൾക്ക് ഔഷധ ഉരുളകൾ നൽകിക്കൊണ്ട് കർക്കിടക മാസത്തിലെ സുഖചികിത്സയ്ക്കും തുടക്കം കുറിച്ചു. തൃശൂർ പൂരത്തിന്റെ പറയെടുപ്പ് മുതൽ മടത്തിൽ വരവിന്റെ ഇറക്കിയെഴുന്നള്ളിപ്പിൽ വരെയായി 58 വർഷത്തോളം പൂരനഗരിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ശങ്കരൻകുളങ്ങര മണികണ്ഠൻ. തൃശൂർ പൂരത്തിൽ മറ്റൊരാനയും ഇത്രയും കാലം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തിട്ടില്ല. പൂരപ്രേമികളുടെ മനം കവർന്ന മണികണ്ഠൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചരിയുന്നത്. മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ശില്പി സൂരജ് നമ്പ്യാട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന് മുന്നിലായി ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ചത്. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ ശില്പം അനാച്ഛാദനം ചെയ്തു. മണികണ്ഠൻ ഇപ്പോഴും ശങ്കരൻകുളങ്ങരയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ശില്പമെന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറവഞ്ചേരി പറഞ്ഞു. മണികണ്ഠൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷങ്ങളായി പൂരത്തിലെ ഏറ്റവും ആദ്യം തന്നെ എത്തിയ തൃശ്ശൂരിലേക്ക് ആദ്യം തന്നെ എത്തിയ ആനയാണ് മണികണ്ഠൻ. പൂരത്തിലെ കാരണവരാണ്. തൃശ്ശൂർ പൂരത്തിലെ ഇതുവരെയായിട്ടും ഉള്ള ഒരു 55 വർഷത്തോളം മണികണ്ഠൻ്റെ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. മണികണ്ഠനെ കണ്ടിരിക്കുക നമുക്ക് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും എല്ലാം മാറാനായിട്ട് പലരും മണികണ്ഠൻ്റെ അടുത്ത് വന്ന് സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. ഇപ്പം മണികണ്ഠൻ്റെ വിയോഗത്തിന് ശേഷം ഒരു വർഷത്തോളമായി നമുക്ക് മണികണ്ഠനെ കാണാനില്ല. പക്ഷേ എങ്കിലും ഇനി ജീവൻ തുടിക്കുന്ന പ്രതിമ നമുക്ക് സൂരജ് നമ്പ്യാട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലായി ആനയൂട്ടും നടന്നു. ഒൻപത് ആനകളാണ് സുഖചികിത്സയുടെ ഭാഗമായുള്ള ആനയൂട്ടിൽ പങ്കെടുത്തത്. ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത്. ഇത് ആനകൾക്ക് മനുഷ്യർക്ക് കർക്കടത്തിലെ സുഖചികിത്സ എന്നതുപോലെ തന്നെ ആനകളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തൃശ്ശൂർക്കാർ അത് പ്രത്യേകിച്ച് അത് നടത്തുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പോഴാണ് അത് കാലങ്ങളായിട്ട് ഇപ്പോൾ 34 വർഷമായിട്ട് തൃശ്ശൂർ വടക്കുന്നാഥിൽ നടന്നു വരുന്നു. അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ മണികണ്ഠന്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞ ജൂലൈ 10 മണികണ്ഠൻ നമ്മളിൽ നിന്ന് വിറ്റു. പിന്നെ ആ മണികണ്ഠന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഇവിടെ ആനകൾക്കും സുഖചികിത്സ ശങ്കരങ്ങളുടെ ഭാഗത്ത് തന്നെ ഭഗവതിയുടെ നടയിൽ വെച്ച് തന്നെ അത് തുടങ്ങാനായിട്ടുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ആനയൂട്ടിന് ശേഷം തങ്ങളുടെ കാരണവരായിരുന്ന കൊമ്പൻ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ശില്പത്തിന് മുന്നിൽ വണങ്ങിയ ശേഷമാണ് ഓരോ ആനകളും മടങ്ങിയത്. ജനം, തൃശൂർ.